എല്ലാരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കല്ലേ. വലിയ ഇൻട്രോ പറഞ്ഞാൽ ലാഗ് അടുപ്പിക്കുന്നില്ല കേട്ടോ. ഈ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കാന്നൊക്കെ പറയുന്ന പോലെ കുറെ പേര് ഈ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. കുറെ പേര് എനിക്ക് കമന്റിലും മെസ്സേജ് ആയിട്ടൊക്കെ ഈ വീഡിയോ വേഗം ചെയ്യോ, ലാഗ് ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് മെസ്സേജസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിട്ടോ. അപ്പോ നിങ്ങളുടെ വെയിറ്റിംഗ് ഒക്കെ അവസാനിപ്പിച്ച് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോവാണ്. 2 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. ഗിവ് അവേനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാതെയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ആയിട്ടൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് നമ്മൾ 2025 സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് ഈ ചാനലിൽ ഒരു ഗിവ് അവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിട്ടോ. ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ഗിവ് അവേ പോലെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വീക്സ് ആയിരുന്നു നമ്മൾ അതിന് കൊടുത്ത ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. 2 ആഴ്ചയാണ് കൊടുത്തത്. അപ്പോ വലിയ ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. മെയിനായിട്ട് 2 ക്രൈറ്റീരിയ ആണ് ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായത്. ഒന്ന്, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഗിവ് അവേനെ ബേസ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്ര മാക്സിമം കമന്റ്സ് ഇടുക. അതിൽ നിന്ന് നമ്മൾ കമന്റ് പിക്കർ വെച്ചിട്ട് ചൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ 2 വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കും എന്നൊക്കെയാണ് അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോ ഇന്ന് ഈ ഒരു ദിവസത്തില് നമ്മുടെ 2 വീക്സ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നത്തോടെ നമ്മുടെ ഗിവ് അവേ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ 2 വിന്നേഴ്സിനെ സെലക്ട് ചെയ്തെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഈ ഒരു ടൈം വരെയുള്ള കമന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ വാല്യൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരുന്ന കമന്റ്സ് ഒന്നും നമ്മൾ ഇനി നോക്കില്ല കേട്ടോ. ഇത്രയും വന്നിട്ടുള്ള കമന്റ്സിൽ നമ്മൾ കമന്റ് പിക്കർ വെച്ചിട്ട് 2 കമന്റ്സ് അല്ലെങ്കിൽ 2 വിന്നേഴ്സിനെ ചൂസ് ചെയ്തെടുക്കും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഗിവ് അവേയിൽ കൊടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളും ഇതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. സോ കുറെ പേർക്ക് അത് അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗിവ് അവേ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം 3000-ലധികം കമന്റ്സ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറെ പേര് എന്റെ അടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ 3000 കമന്റ്സ് ചെയ്യുന്ന 2 കമന്റ്സ് അല്ലെങ്കിൽ 2 വിന്നേഴ്സിനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോ അതല്ലാതെ, അതായത് വിന്നേഴ്സ് ആവാതെ പോകുന്നവരുണ്ടാവുമല്ലോ, അവരൊന്നും വിഷമിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ ഈ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4-5 ഗിവ് അവേസ് നമ്മൾ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗിവ് അവേ കഴിഞ്ഞാൽ ഇനി അടുത്ത ഗിവ് അവേ, അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതൊക്കെ ജസ്റ്റ് ഒരു ലക്കിൽ കിട്ടുന്നതാണല്ലോ. അത്രയും വിചാരിച്ചാൽ മതി കേട്ടോ. വിഷമിച്ചൊന്നിരിക്കരുത്. പിന്നെ ഇപ്പോ ആ ഒരു ഗിവ് അവേയുടെ വീഡിയോ കാണാതെ ഈ വീഡിയോ കാണുന്നവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു, അറിഞ്ഞില്ല, അങ്ങനത്തെ ഒരു തോട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളും വിഷമിക്കേണ്ട. ഇനിയും ഗിവ് അവേസ് വരുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ വിന്നേഴ്സിന് വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. സോ ഈ ഒരു ബോക്സിലായിട്ട് ഞാൻ അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സും വെച്ചിട്ടുണ്ട്. 2 വിന്നേഴ്സിനും നമ്മൾ സെയിം പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത്. ചില ഷെയ്ഡുകളിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ പ്രൊഡക്റ്റ് ഒക്കെ സെയിം ആണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഗിവ് അവേസിലൊക്കെ കൂടുതലായിട്ടും സ്മിറ്റൻ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സ്മിറ്റൻ ട്രയൽ പ്രൊഡക്ട്സ് ഒക്കെയാണ് കൂടുതലായിട്ടും കൊടുത്തിട്ടുണ്ടായത് കേട്ടോ. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ സ്മിറ്റൻ പ്രൊഡക്ട്സ് കൂടുതലായിട്ട് കൊടുക്കുന്നതെന്ന്. പ്രത്യേകിച്ച് വലിയ റീസൺ ഒന്നുമില്ല. അതായത് നമ്മുടെ ഈ ചാനൽ ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ. വലിയ റവന്യൂ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ കിട്ടുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടാണ്. പിന്നെ ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസ് ആണ്. അതാണെങ്കിലും ചിലതൊക്കെ അത്യാവശ്യം വ്യൂ കയറാറുണ്ട്, ചിലതൊക്കെ വ്യൂസ് കുറവാണ്. അങ്ങനെ നമുക്ക് ഒരു റവന്യൂ അത്ര ഒന്നും കിട്ടുന്നില്ല. സോ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ സ്മിറ്റൻ പ്രൊഡക്ട്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ആ സെയിം പ്രൈസിന് നമുക്ക് ഒരു 5-6 പ്രൊഡക്ട്സ് മേടിക്കാൻ പറ്റും. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ കുറച്ചും കൂടെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്മിറ്റൻ പ്രൊഡക്ട്സ് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഗിവ് അവേസിൽ അത് കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ ഈ തവണ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നമ്മൾ സ്മിറ്റൻ പ്രൊഡക്ട്സ് മാത്രമല്ല വേറെ കുറച്ച് പ്രൊഡക്ട്സും കൂടെ, അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്മിറ്റൻ പ്രൊഡക്ട്സ് ബ്രാൻഡഡ് അല്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഫുൾ സൈസ് വരുന്ന കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഇതിന്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഷീറ്റ് മാസ്ക് വരുന്നുണ്ട് കേട്ടോ. എം കഫേന്റെ കോഫി ഷീറ്റ് മാസ്ക് ആണ്. ഇത് കോക്കനട്ട് വാട്ടറിന്റെ ഒരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. പക്ഷെ ഇതിന്റെ തന്നെ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വേറൊരു ഷീറ്റ് മാസ്കും കൂടെ ഈ സെയിം തന്നെ എം കഫേന്റെ ഹൈലറോണിക് ആസിഡ് വരുന്ന ഒരു ഷീറ്റ് മാസ്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ 2 വിന്നേഴ്സിനും ഇത് രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും. ഷീറ്റ് മാസ്ക് ഉണ്ട്, പക്ഷെ രണ്ടും വേറെ ഷീറ്റ് മാസ്ക് ആയിരിക്കും കേട്ടോ. അതാണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട്. ഇനി അടുത്തത് വന്നിട്ട് ഒരു സൺസ്ക്രീൻ ആണ്. അക്വാലോജിക്കയുടെ ഒരു വാട്ടർമെലൻ ആൻഡ് നയാസിനമൈഡ് വരുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. SPF 50 PA++++ ഒക്കെ വരുന്നുണ്ട്. സോ ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. നല്ല ഒരു സൺസ്ക്രീൻ ആണ് ഇത്. നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്. 2 വിന്നേഴ്സിനും സെയിം പ്രൊഡക്റ്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ.
ഓക്കെ, ഇനി അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് മാമാ എർത്തിന്റെ മുൽത്താനി മിട്ടി ഫേസ് വാഷ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് കുറെ റിവ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. നല്ലൊരു ഫേസ് വാഷ് ആണ്. ഇതും ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. സാമ്പിൾ പാക്ക് ആണ് കേട്ടോ. നമ്മൾ സ്മിറ്റനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായതായിരുന്നു. ഓയിൽ കൺട്രോൾ ആൻഡ് ആക്നെ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. സോ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് എനിക്ക് കുറച്ച് ഡൗട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സംഭവം വന്നിട്ട് ഇൻസൈറ്റിന്റെ BB ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ അകത്ത് SPF വരുന്നുണ്ട് കേട്ടോ. SPF 15 വരുന്നുണ്ട്. സോ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഒരു വാട്ടറി കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ ആണ്. പക്ഷെ എനിക്ക് ഡൗട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിന്നേഴ്സ് ആരാണെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് മാച്ച് ആവുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. 2 ഷെയ്ഡ്സ് വരുന്നുണ്ട്. 2 വിന്നേഴ്സിനായിട്ട് 2 ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എല്ലാം നോർമൽ ടു മീഡിയം സ്കിന്നുകാർക്ക് ഓക്കെ ആവുന്ന രീതിയിലത്തെ ഒരു ഷെയ്ഡാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഷെയ്ഡ് മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, നിങ്ങളുടെ ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡോ അല്ലെങ്കിൽ അങ്ങനത്തെ കോമ്പാക്ട് പൗഡറോ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്ന രീതിയിലേക്ക് ആ ഒരു ഷെയ്ഡ് വന്നോളും. സോ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ലിപ്സ്റ്റിക് വേണമെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് കുറെ പേര് പറഞ്ഞു അത് നമ്മുടെ ലിപ്സ് പിഗ്മെന്റഡ് ആക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ഇത് സംഭവം സത്യമാണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് ഒക്കെ അത്യാവശ്യം ലിപ്സ് കുറച്ച് വണ്ടി പോയതാട്ടോ, ലിപ്സ് കുറച്ച് പിഗ്മെന്റഡ് ആക്കുന്നുണ്ട്. സോ എനിക്കിപ്പോ കറന്റ് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വിസ് ബ്യൂട്ടിയുടെ മർഫി ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ്. കിഡിലൻ ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും, മീഡിയം സ്കിൻ ആണെങ്കിലും ഫെയർ സ്കിൻ ആണെങ്കിലും ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. സോ ഇതെന്തായാലും എനിക്ക് ധൈര്യമായിട്ട് വെക്കാൻ പറ്റും. കാരണം എല്ലാവർക്കും ഇത് മാച്ച് ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. സോ അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും ആണ്. സോ ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഞാൻ 2 വിന്നേഴ്സിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് എഗെയിൻ ഒരു ഫേസ് വാഷ് വരുന്നുണ്ട്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൻ ഫേസ് വാഷ് ആണ്. ഇത് നമ്മൾ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. 2 വിന്നേഴ്സിനായിട്ടാണ് കേട്ടോ. ഇതും സാമ്പിൾ പാക്ക് ആണ്. ഇതിന്റെ അകത്ത് ഫേസ് വാഷ് അതുപോലെ സൺസ്ക്രീൻ ഒക്കെയാണ് ഇതിന്റെ അകത്ത് സാമ്പിൾ പാക്ക് ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഇപ്പോ ലിപ്സ്റ്റിക് ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും ഐലൈനർ ആണെന്നുണ്ടെങ്കിലും മസ്കാര ആണെന്നുണ്ടെങ്കിലും ഒക്കെ മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഫുൾ സൈസ് വരുന്ന പ്രൊഡക്റ്റ് ആണ്. സ്കിൻ കെയർ പ്രൊഡക്ട്സ് മാത്രമാണ് സാമ്പിൾ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഐലൈനർ ആണ്. ഒരു ബ്ലൂ കളർ ഐലൈനർ ആണ് കേട്ടോ വരുന്നത്. ഇത് പിഗ്മെന്റ് പ്ലേ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ഐലൈനർ ആണ്. സോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഗിവ് അവേയിൽ കൊടുക്കാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നമുക്ക് ആകെ വേണ്ടത് നമ്മുടെ 2 വിന്നേഴ്സിനെയാണ്. വിന്നേഴ്സിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമന്റ് പിക്കർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കമന്റ് പിക്കർ വെച്ചിട്ട് 2 വിന്നേഴ്സിനെ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. സോ ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്, ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡർ കൊടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ 2025 ഫസ്റ്റ് ഗിവ് അവേ വിന്നേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 പേർക്കും കൺഗ്രാറ്റ്സ്. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിട്ടാതെ പോയവരും അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ പോയവരും ഒന്നും വിഷമിക്കേണ്ട. നമുക്ക് ഇനിയും ഗിവ് അവേസ് ഒക്കെ വരും. സോ ഡു പാർട്ടിസിപ്പേറ്റ്. പിന്നെ വിന്നേഴ്സ് ആയിട്ടുള്ളവർ ഞാൻ ഇവിടെ ഒരു എന്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യുക. ഐ മീൻ നമ്മുടെ അഡ്രസ്സും അതുപോലെ കോൺടാക്ട് നമ്പറും ഒന്ന് ഷെയർ ചെയ്യുക. എനിക്ക് പ്രൊഡക്ട്സ് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്യാം. അതുപോലെ മെയിൽ അയച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയുടെ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമന്റും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്ക് കൺഫേം ചെയ്യാലോ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.